വേദിയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ലഹരി സുലഭമാണ് എന്ന് തുറന്ന് പറയുകയാണ് ഒരു യുവ മോഡൽ. ആളുകൾ കൂടുന്നിടത്തെല്ലാം ഇങ്ങനെ മയക്കുമരുന്ന് ലഭ്യമാണ്, അത് വിൽക്കുന്നവരെയും കാണാൻ എളുപ്പമാണ് എന്ന് ഈ മോഡൽ തുറന്നു പറയുന്നു. ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. നമ്മുടെ ഭരണ സംവിധാനത്തിന് മയക്കുമരുന്ന് വ്യാപാരം തടയാൻ കഴിയുന്നില്ലേ? ഫലപ്രദമായും കാര്യക്ഷമമായും മയക്കുമരുന്നിനെ ചെറുക്കാൻ കേരള സമൂഹത്തിനാകുന്നില്ലേ? ഈ ചോദ്യം പൊതുവേദി ഇന്ന് ഉന്നയിക്കുന്നു. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീദാസൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീദാസൻ, ഈ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വിവരം വന്നു. അവിടെ മയക്കുമരുന്ന് പിടിക്കാൻ പോയ പോലീസുകാരെ ഗുണ്ടാസംഘം ആക്രമിച്ചു എന്ന വാർത്തയാണ് ഞാൻ വായിച്ചത്. ഇത് തടയാൻ കഴിയുന്നില്ലേ നമ്മുടെ പോലീസിനും അതുപോലുള്ള സംവിധാനങ്ങൾക്കും? ഈ പോലീസുകാർ വരെ ഇതിലൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ തടയണ്ടേ? ഇതൊക്കെ വലിയ റാക്കറ്റുകളാണ്. കാര്യം ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ മയക്കുമരുന്നിന് ഇപ്പൊ കൊച്ചിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഈ ശരിക്കും ബോംബെ തോറ്റുപോകും. അതുപോലെ എല്ലാ സംവിധാനങ്ങളും കൊച്ചിയിലുണ്ടെന്നാണ് പറഞ്ഞത്. എറണാകുളം, കൊച്ചി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരും ബോംബെനെ കാറ്റും ഭയങ്കര സിറ്റി ആയിപ്പോയി. എന്ന് മാറുകയാണ്. അപ്പൊ അതായത് നമ്മുടെ മെട്രോ സിറ്റി ഇപ്പൊ ഡ്രഗ് സിറ്റി ആയി എന്നൊക്കെയാണ് ആളുകൾ തമാശയായി പറയുന്നത്, അല്ലേ? അതന്നെ. ഇപ്പൊ ഈ യുവാക്കൾ മാത്രമല്ല, യുവതികളും യാതൊരു തരത്തിലുള്ള ഒരു മറയില്ലാതെ പരസ്യമായിട്ട് ഇപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നില്ല പറയുന്നത്. അപ്പൊ ഇത് ഈ അധികാരികള് ശ്രദ്ധിക്കേണ്ടതാണ്. യെസ്, മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശശിധരൻ വിളിക്കുന്നത് വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, എങ്ങനെ നിർത്താം ഈ ലഹരി ഉപയോഗത്തെ? നമസ്കാരം. ഇത് പറയുമ്പോഴത്തേ നമ്മളെ ഇപ്പൊ ഒന്ന് കല്ലൂർ ബസ് സ്റ്റാൻഡിൽ പോയാൽ മതി. നമ്മുടെ കല്ലൂർ ബസ് സ്റ്റാൻഡ് ഇത്രയും പബ്ലിക്കായിട്ട് ജനം പിന്നെ സഞ്ചരിക്കുകയും പോവുകയും വരികയും ചെയ്യുന്ന അവിടെ ഇതിന്റെ കേന്ദ്രമാണ്. കാരണം അവിടെ ഇത് വിൽക്കുന്നുണ്ടോ കല്ലൂർ ബസ് സ്റ്റാൻഡിൽ? പരസ്യമായിട്ട് ഇത് പിന്നെ ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കാരണം കല്ലൂരൊക്കെയാണ് ഇത് ആളുകൾ പൈസ കൊടുത്ത് വിടുന്നത് നാട്ടിൽ. നമ്മളിപ്പോ പണ്ട് നിരോധിച്ച ഹാൻസ്, പാൻപരാഗ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ പോലും ഇവിടുന്ന് മേടിച്ചാണ് 10 ഇരട്ടി വിലക്ക്. ഈ സാധനം പണ്ട് എനിക്ക് കച്ചവടം ഉണ്ടായിരുന്നു. അന്നേരം ഇത് നിയന്ത്രണം ഇല്ലാതെ, അന്നേരം നിരോധനമൊന്നും ഇല്ല. കടകളിൽ വിൽക്കാൻ അനുമതി ഉണ്ടായിരുന്ന സമയത്ത് അല്ലേ? ഉണ്ടായിരുന്ന സമയത്ത്. ഇതായത് ഇതിന്റെ ഒരു സംഭവം പറയും. ഇതിന്റെ അകത്ത് ഇതിന്റെ കണ്ടന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ അറിയാവുന്ന ഒരാൾ പറഞ്ഞത്, ഈ പഴയ നമ്മുടെ ഈ പുകയിലയുടെ വേസ്റ്റ് ഇല്ലേ, പുകയിലയുടെ വേസ്റ്റ് അത് പൊടിച്ചിട്ട് കഞ്ചാവിന്റെ വേസ്റ്റ്, കഞ്ചാവെന്ന് പറഞ്ഞാൽ കളയുന്ന സാധനങ്ങൾ മെയിൻ സാധനം പിന്നെ എടുക്കണതിന്റെ ഉന്നതമായിട്ടുള്ള ആവശ്യത്തിന് ബാക്കി വരുന്നതും ഇതെല്ലാം കൂടെ പൊടിച്ചിട്ട് ഇത് ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇതിന്റെ അകത്ത് കുപ്പിച്ചില്ലിന്റെ പൊടി ഇടും. അതെന്തിനാണെന്നറിയോ? പൊടികൾ ചേർത്ത് വെച്ചിട്ട് ഇത് നാവിന്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പം പൊട്ടണം. മാത്രമേ ഇതിന്റെ എഫക്ട് ഉള്ളിലോട്ട് പോകത്തുള്ളൂ. അന്ന് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ വില എത്രയാണെന്നറിയോ? ₹1.60 അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ₹3.80 കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ₹5 ഇത് വിൽക്കാമായിരുന്നു. അപ്പം ഈ ₹1.60 ഒരു ദിവസം മുഴുവൻ ഒരുത്തന്നെ ലഹരി കിട്ടാവുന്ന ഈ സാധനം കിട്ടണമെങ്കിൽ എത്രമാത്രം നികൃഷ്ടമായ സാധനമായിരിക്കും എന്നുള്ളത് ആലോചിക്കണം. വ്യക്തമാണ്. ഇത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ലാഭമടിച്ചമാരാന്നറിയാവോ? ഹോൾസെയിൽ കടക്കാരനായിരുന്നു. ആരാണ്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചെറിയ എമൗണ്ട് കിട്ടിയിട്ട് അവൻ ഇത് കൊടുക്കണത് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് പൈസ കൂട്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ബസ്സിൽ പോകുമ്പോ ഇവരുടെ തമ്മിലുള്ള സഹകരണം കാണാം. ജീവനക്കാരും പരിചയമുള്ള യാത്രക്കാരും തമ്മിൽ ഇത് പരസ്പരം ഇത് കൈമാറി കഴിക്കണമെന്ന് വരെ നമുക്ക് കാണാം. കഴിക്കല്ലാതെ ചുണ്ടിനടി എടുത്തിരുന്നത്. വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. മുരളി കൊല്ലത്ത് നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ മുരളി, ഈ കൊല്ലത്ത് നിന്ന് ഇപ്പം ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നു. അവിടെ അഞ്ചലിൽ യുവാക്കളിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ വരുന്നു. ഈ കൊല്ലത്തും ഈ മയക്കുമരുന്ന് ഇങ്ങനെ ലഭ്യമാണോ, സുലഭമാണോ? സാറേ നമസ്കാരം. ഞാൻ ഇടേ മുരളിയാണ്. മനസ്സിലായി. ഇതേ സാറേ, ഈ കേരളത്തിലെ മദ്യവും മയക്കുമരുന്നും വർദ്ധിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഗവൺമെന്റ് എന്നാണ്. ഗവൺമെന്റ് മറ്റു കക്ഷികളെന്ന് പറഞ്ഞാൽ ഒന്ന് എക്സൈസുകാര്, പോലീസുകാര്. അതെന്തുകൊണ്ടാണ് അവരെ അങ്ങനെ അവര് തന്നെ ഇതിന്റെ ഇത്
ഇതിന്റെ പ്രതികളാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ശക്തമായ കേസ് ഇവർ എടുക്കുന്നില്ല. പല കേസുകളിലും പല സാഹചര്യത്തിലും. അതായത് കൊല്ലം ജില്ലയുടെ കാര്യം പ്രത്യേകം ചോദിച്ചല്ലോ. കേരളത്തിൽ കേരളത്തിൽ മയക്കുമരുന്ന് മാത്രമല്ല മദ്യം അങ്ങനെ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ സ്കൂളുകളിലെ പരിസരത്ത് മറ്റ് പൊതുസ്ഥലങ്ങളിൽ എല്ലാം ഇപ്പം വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കൊല്ലത്ത് വ്യക്തമാണ്. റഷീദ് എന്നൊരു പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ റഷീദ്, ഈ മയക്കുമരുന്ന് ഇപ്പോ പണ്ടൊക്കെ ആളുകൾ ഒരു സിഗരറ്റ് വലിക്കാൻ മുതിർന്നവർക്ക് മുന്നിൽ ഭയപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു 18-നും 26-നും വയസ്സിനിടയിലുള്ള ആളുകൾ. ഞാനിതിൻ്റെ ചില കണക്കുകൾ എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്നതാണ്. 2022-23 മാത്രം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് 325 സംഭവങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്താണ് ഇത് തടയാൻ നമുക്ക് കഴിയുന്നില്ലേ ശ്രീ റഷീദ്? നമ്മുടെ നാട് ഒരു രാസലഹരിയിൽ മയങ്ങുകയാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. കേരളത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് നമ്മുടെ നാടിൽ അതിന്റെ വ്യാപനവും വിപണനവും ഉപയോഗവും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യം. ഈ മയക്കുമരുന്ന് ലോബി പ്രധാനമായും ക്യാൻവാസ് ചെയ്യുന്നത് നമ്മുടെ കലാലയങ്ങളെ കേന്ദ്രീകരിച്ചാണ്. നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ മക്കളെയും യുവാക്കളെയുമാണ് അത് കൂടുതലായും ബാധിക്കുന്നത് അല്ലേ? മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നു. വളരെ നന്ദി ശ്രീ റഷീദ്. ഷിനോയ് എന്നൊരു പ്രേക്ഷകൻ വർക്കലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോയ്, വർക്കല പോലുള്ള പ്രദേശം ഇപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുന്നു, വിദേശികളൊക്കെ ധാരാളം വരുന്നു. അപ്പോൾ ഈ മയക്കുമരുന്ന് അവിടെ ഉണ്ടോ? അതൊക്കെ നമ്മുടെ ടൂറിസത്തെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. അത് ഉണ്ടോ ഈ വർക്കലയിലും പരിസരത്തുമൊക്കെ? സാറ്, മയക്കുമരുന്ന് പിള്ളേർ സെറ്റുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് ഉള്ളത് കൊണ്ടാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. FIR ചാർജ് ചെയ്യുന്നതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലൂസിഫർ പോലത്തുള്ള സിനിമയല്ലേ, ലൂസിഫർ, മുരളി ഗോപി സാർ എഴുതിയ സിനിമ. അപ്പൊ അത് കാണുമ്പോൾ ഈ നമ്മുടെ ഭരണകൂടത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് ഇവരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത് സിനിമയാണ്, കലയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഏകദേശം ഒക്കെ നമ്മളെ ചുറ്റു അറ്റ്മോസ്ഫിയറിൽ ഇത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വ്യക്തമാണ്. ശിവജി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവജിക്ക് എന്ത് തോന്നുന്നു, തൃശ്ശൂര് ഒക്കെ ഈ മയക്കുമരുന്ന് വ്യാപകമായി ഉണ്ടോ ശ്രീ ശിവജി? വളരെയധികം ഉണ്ട്. ഏറ്റവും കൂടുതലും മണ്ണൂത്തി നമ്മുടെ വെറ്റിനറി കോളേജ് കേന്ദ്രീകരിച്ചുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തൃശ്ശൂരിന്റെ പടിഞ്ഞാറ് ഭാഗം കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഞാൻ പേരുകൾ എന്തായാലും പറയുന്നില്ല. ഗുണ്ടാ സംഘങ്ങളുടെ ഒക്കെ മേഖലയാണ്. പേടിയാണോ അങ്ങേക്ക്? അത് എനിക്ക് ഞാൻ നല്ല പക്ക RSSകാരന് എന്ത് പേടി. ഇന്നലെ നമ്മുടെ ദിബു ചോദിച്ചു BJPക്കാരനാന്ന് പറയാൻ പേടിച്ചിട്ടാണ്. നല്ല 7-8 വയസ്സിൽ എന്റെ കുടുംബത്തെ ശാഖ നടത്തി ഇന്നും BJPക്കാരനും RSSകാരനായിട്ട് ജീവിക്കണേ. എനിക്ക് ആരെ പേടി സാറേ? ഈ ഗുണ്ടകളെ അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ മയക്കുമരുന്ന് കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളെപ്പോൾ സംഭവം പറഞ്ഞേ മനസ്സാരെ ചെകുവേരയുടെ ചുണ്ടിൽ എന്തായിരിക്കണേ? അത് ചുരുട്ടല്ലേ? ചുരുട്ട് നിക്ക് ഒന്നും പറയല്ലേ പ്ലീസ്. അതായത് ജസ്റ്റ് അല്ല, എന്നോട് ചോദിച്ചിട്ടാണ് എന്താ ഇരിക്കണേന്ന് ചോദിച്ചപ്പോ ഞാൻ ചുരുട്ടെന്ന് പറഞ്ഞു. ചുരുട്ട് അതായത് ഒരു വലിയ നേതാവ്, ലോകം കണ്ട ഏറ്റവും നേതാവ് തന്നെ ആദ്യം കൊടുക്കുന്ന സൂചന ഇതാണ്. സാറേ ഇപ്പോൾ നടക്കുന്ന അത് ഈ പുകവലിയാണ്. അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പുകവലി അദ്ദേഹം മാത്രമല്ല, വിൻസ്റ്റൺ ചർച്ചിൽ പുകവലിച്ചിരുന്നു, പണ്ഡിറ്റ് നെഹ്റു പുകവലിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ. അതോ സിനിമ പറയണ്ടല്ലോ, അവര് പോലിച്ചു വേറെ പോലിച്ചു എന്നൊക്കെ. ശരി, നമുക്ക് ഇപ്പോൾ വരുന്ന ഈ മനുഷ്യന്റെ മെന്റാലിറ്റിയെ മാറ്റിക്കളയുന്ന ഈ മയക്കുമരുന്നുകളുടെ എല്ലാം ഉറവിടം കോളേജുകളും സ്കൂളുകളുമാണ്. അതിനോടനുബന്ധിച്ച് ഏരിയ കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് ഇതിന് സപ്പോർട്ടാണ് സാറേ. സാറിനറിയാലോ, നിങ്ങളുടെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞ CPM-കാരും അവര് പലപ്പോഴും ഇതിനെതിരെ DYFI ലഹരി വിരുദ്ധ എത്ര പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വെറുതെ പറയാ, ഞാൻ പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ലോറി വാടകയ്ക്കെടുത്ത് കൊണ്ടുവന്ന ആലപ്പുഴക്കാരനെ അറിയാമല്ലോ. അത് ഒരാളോ രണ്ടാളോ ഒക്കെ ഉണ്ടാവും. ഭരണകർത്താക്കൾക്ക് ഇച്ഛാശക്തി ഇല്ലെങ്കിൽ, ഭരണകർത്താവിന് ഇച്ഛാശക്തി ഇല്ല എങ്കിൽ നമ്മുടെ നാട് നശിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ഭരണകർത്താവും കൃത്യമായിട്ട് ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്താവുന്ന ഒരു ഇച്ഛാശക്തി വേണം.
ഞാൻ പറയുന്ന സാർ എന്നെ കുറ്റപ്പെടുത്തിക്കോ, അത് പാർട്ടി വൈരാഗ്യം വെച്ച് പറയാമെന്ന് കുറ്റപ്പെടുത്തിയോ കുഴപ്പമില്ല. അത് കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഞാനും മനസ്സാറും ജീവിച്ചിരുന്നാൽ മനസ്സിലാവും ഇതിനുണ്ടാവണ കുഴപ്പം. അല്ല, അങ്ങനെ ഞാനിത് പാർട്ടിയായിട്ട് ഞാൻ ഇതിനെ കാണില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ബാംഗ്ലൂർ വലിയ തോതിൽ ഒരു മിനിറ്റ്, ബാംഗ്ലൂരിൽ നിന്നാണ് വലിയ തോതിൽ മയക്കുമരുന്ന് വരുന്നത് എന്ന് പിന്നെ ഈ ഇടത്ത് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അത് പാർസലായി ഒക്കെ വന്നത് കേരളത്തിന് പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ പിടിക്കപ്പെട്ടിരുന്നു. ബാംഗ്ലൂർ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, BJP ഭരിച്ചിട്ടുണ്ട്, എന്താ തടയാത്തത്? അപ്പൊ രാഷ്ട്രീയമാണോ അതിന്റെ പുറകിൽ? നിങ്ങൾ അത് ശരിയല്ല. അപ്പൊ ഞാൻ പറയേണ്ട പൊരുൾ മനസ്സിലായ സാറ് പറഞ്ഞത്, അവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടോട്ടെ ഒരു സാധനം, സാറേ അവിടെ അത് ഉത്പാദിപ്പിക്കപ്പെട്ടോടെ. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത് കൊണ്ടുവന്ന് വിൽക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കുമ്പോ ഇത് അല്ല, ഇതില് എനിക്ക് തോന്നുന്നത് ഉത്പാദിപ്പിക്കട്ടെ ഇതിന് അല്ല ഓയിലുകളോ. പണ്ട് നമ്മുടെ വെള്ളത്തൂവലിൽ ധാരാളം വെള്ളക്കാർ വന്നു പോലെ സാധനം കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഞ്ചാവ് വാറ്റി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലം മാറി, ഇപ്പൊ കാര്യങ്ങൾ മാറിയപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് ഇത് ഒഴുകി എത്തണമെങ്കിൽ ഇവിടെ അതിന് സംവിധാനം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉത്പാദനം എവിടെ നടക്കട്ടെ? സംവിധാനമുണ്ട്. അല്ല, സംവിധാനം ഇല്ലാതെ ഇത് വരില്ലല്ലോ. സംവിധാനം ഉണ്ട്, അവിടെ ഉത്പാദനം നടക്കുന്ന, ഇവിടെ എത്തിക്കാൻ ആളുകളുണ്ട്, വിപണനത്തിന് കണ്ണികളുണ്ട്, രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഉണ്ട്, രാഷ്ട്രീയക്കാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് സാറേ. ഞാൻ പറയുന്നത് സത്യമാണ്, ഉണ്ട്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ഉമേഷ് എന്നൊരു പ്രേക്ഷകൻ കൂടി പാലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഉമേഷ്, എനിക്ക് തോന്നുന്നു ഈ പാലയിൽ ഇതിന്റെ ഉപയോഗം താരതമ്യേന മറ്റ് വലിയ സ്ഥലങ്ങളെ സംബന്ധിച്ച് കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അതെ സാർ, നമ്മുടെ കോട്ടയം ജില്ലയിലൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും ആരും പോയില്ല, മുതിരിയല്ല. കാരണം എന്താ വെച്ചാൽ ആവശ്യമില്ല, അതെല്ലാം പണിയും ചെയ്ത് വിലയെടുത്ത് അന്നന്ന് പണിത് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിന് സമയമില്ല. പിന്നെ ഞാനൊരു BJP-കാരനാട്ടോ. ഇന്നലെ ഞാനൊരു കാര്യം വന്നപ്പോഴേക്കും നമ്മുടെ ദീപ് ചോദിച്ചു പാർട്ടി പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം മനുവിനോട് പറഞ്ഞു, മനുവിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ BJP-കാരനാണ്, പക്കാ BJP-കാരനാണ്, ഒരിക്കൽ കൂടി പറയാം. പിന്നെ സാറേ ഇതെന്താന്ന് വെച്ചാൽ സർക്കാരിനെ കുറ്റം പറയോ പോലീസിനെ കുറ്റം പറയുകയോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ സാറേ ഞാനിപ്പോൾ 2 പെൺപിള്ളേർ ചെറുക്കന്മാർ ആ സമയത്തൊക്കെ കറങ്ങുന്നുണ്ട്. നമ്മളൊന്ന് ചോദ്യം ചെയ്ത് പോയിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാ കുട്ടികളെ എല്ലാ പിള്ളേരായിട്ട് ഇവിടെ കറങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. മുടിഞ്ഞ് നാശമായി നമ്മളെ പോലീസുകാർ. അതല്ല, അതും ഇതും തമ്മിൽ ശ്രീ ഉമേഷ് ഞാൻ സമ്മതിക്കില്ല. കാരണം ഒരാൾ ഒരു സ്ത്രീയുമായി പോകുന്നു, ഉടനെ അവരുടെ മേത്ത് കുതിര കയറണ്ട. ഈ പിടിച്ച ഇപ്പോൾ ഒരു മയക്കുമരുന്ന് ഒരാളിൽ നിന്ന് പിടിച്ചല്ലോ, ഈ പിടിച്ച സാധനം എവിടെ നിന്ന് വന്നു, ആര് കൊടുത്തു എന്നൊക്കെ കണ്ടെത്താൻ എത്ര എളുപ്പത്തിൽ പോലീസിന് കഴിയും. എനിക്ക് വളരെ ഒരു സംഭവം ഓർമ്മയുണ്ട്. കണ്ണൂരിൽ ഇതുപോലെ പാർസലായി വന്നു, അവിടെ ഒരു സ്ത്രീ ഇത് വാങ്ങിക്കുന്നു വന്നു, പോലീസ് അവരെ കാത്തിരുന്നു. ഈ പാർസൽ വരുന്നത് ആരാണെന്ന് നോക്കി അവരെ പിടിച്ച്, അവരുടെ പിന്നണികളിലെ ആളെ പിടിച്ച്, അങ്ങനെ ഇതിൻ്റെ ബാംഗ്ലൂരിലുള്ള കണ്ണികളെ, മറ്റേ ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ വരെ അവിടെ വന്ന് താമസിച്ചാണ് ഇത് വിൽക്കുന്നത്. അങ്ങനെ പിടിക്കാൻ, ഓരോ കേസിൽ അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയും. സാറേ, അന്യസംസ്ഥാന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ പലർക്കായി പങ്കുവെച്ചത് ഈ കേരളത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട് സാറേ. ഇതെല്ലാം സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞിടെ നമ്മൾ ഒരു 5-6 മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യം സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സിനിമാ മേഖലയിൽ നടക്കുന്ന സംഭവം ഇതാ. പിന്നെ അതുപോലെ റെയിൽവേ സ്റ്റേഷന്, പിന്നെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇതൊക്കെ പരസ്യമായിട്ട് നടക്കും. ഇപ്പൊ ലോട്ടറിക്കാർ വരെ ലോട്ടറിയുടെ 10-50 ലോട്ടറി എടുത്തോണ്ട് ഇത് വിൽക്കുന്നുണ്ടെന്നുള്ളതൊക്കെ സൂചന കിട്ടും. അത് നാവുമ്പടെ കോട്ടയം നമ്മൾ അവരെ അങ്ങനെ പറയരുത് കേട്ടോ. കാരണം ഈ എത്രയോ ആളുകൾ ആരോഗ്യ പ്രശ്നമുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ഉപജീവനം കണ്ടെത്തുന്ന ഒരു വലിയ മാർഗമാണ് ലോട്ടറി. ശരിയാന്നേ, അത് അവരെ മൊത്തത്തിലല്ല പറയുന്നത്, മൊത്തത്തിൽ പറയുമല്ല. ഇങ്ങനെ ഓരോ മേഖലയിലൂടെ തരംതിരിച്ച് ഇത് കച്ചവടം നേരിടുന്നത്. ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഓരോ ഉപാധികളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ആണും പെണ്ണൊന്നും വ്യക്തമില്ല. എല്ലാ കുറ്റകൃത്യങ്ങളും ഇപ്പൊ സമമാണ്. അല്ലാതെ നമ്മളത് ഒരു ആണുങ്ങൾക്ക് മാത്രം കുറ്റകൃത്യം ചെയ്യാം എന്നുമില്ല. ഏതായാലും ഓക്കെ, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം ചാത്തന്നൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, എങ്ങനെ ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ നമുക്കുണ്ട്, ഇവിടെ പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ട്, നാർക്കോട്ടിക് സെല്ലുണ്ട്, ഇവരെല്ലാം കൂടി ഒന്ന് മുന്നിട്ടിറങ്ങേണ്ട സമയം അതിക്രമിച്ചോ? തീർച്ചയായും. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആമുഖമായിട്ടൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെയാണ്. ആമഴഞ്ച തോടായാലും കൊല്ലം തോടായാലും ഇരുവരിഞ്ഞ് പുഴയായാലും മനുഷ്യൻ നന്നായാൽ മാലിന്യം പുഴകളിൽ ഒഴുകുകയില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെയാണ് മയക്കുമരുന്ന് വരുന്നതിന് അധികാരികൾ
അവർ ഉണർന്ന് പ്രവർത്തിക്കണം. ഞാൻ മുമ്പ് ഒരു ചർച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനോട് ഡീപ്പായിട്ട് ഞാൻ പറയുന്നില്ല. ഞാനും എന്റെ മക്കൾ പഠിക്കുന്നത് കൊണ്ട് ചില വിദ്യാലയങ്ങളിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, ഞാൻ ഡീപ്പ് പറയുന്നില്ല. ഒരു കുട്ടിയെ പിടിച്ചാൽ പോലും അധ്യാപകർ അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഈസിയാണ്, ഇതിന്റെ വേരറുക്കൽ ഈസിയാണ്. കേരളത്തിൽ മുഴുവനുള്ള എക്സൈസും വിദ്യാലയങ്ങളും തമ്മിൽ കൈകോർത്തൽ. എനിക്കെന്റെ നേരിട്ടുള്ള അനുഭവം ഞാൻ പറയുന്നത്. രാവിലെ 8 മണിക്ക് 10 മണിക്ക് പള്ളിക്കൂടത്തിൽ വന്നാൽ എങ്ങനെയെങ്കിലും 4 മണിയായി പോവുക എന്നുള്ളതാണ് നല്ലൊരു ശതമാനം അധ്യാപകർ നടത്തുന്നത്. 50% നല്ല അധ്യാപകരുണ്ട്. എല്ലാ അധ്യാപകരെയും അടച്ചാക്ഷേപിക്കുകയല്ല. അല്ല, അധ്യാപകരെയൊക്കെ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പൊക്കെ അത് മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് കുറെ അധ്യാപകരെ അറിയാം, അവരെല്ലാം വളരെ കേരളം മുഴുവൻ അങ്ങനല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1-2 പേരുണ്ടാവും അതൊക്കെ ആയിട്ട് പോകുന്ന ആളുകളുണ്ടാവും, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകരുണ്ട്. എന്നാൽ എനിക്ക് നേരിട്ടുള്ള അറിവാണ്. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കുട്ടിയെ മയക്കുമരുന്ന്, നിരവധി വിദ്യാലയങ്ങൾ നടക്കുന്ന കാര്യം പറയുന്നത്, മയക്കുമരുന്നുമായിട്ട് പിടിച്ചാൽ ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി അതിന്റെ വേര്, ഞാൻ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു അധ്യാപകന് കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ അതിന്റെ കണക്ക് എടുത്തതാണ് ഞാൻ പറഞ്ഞത്. 2022-23 മാത്രം അധ്യാപകന്മാരും അതുപോലെ ബന്ധപ്പെട്ട ആളുകളും 325 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അവർ ഇടപെടുന്നുണ്ടെന്നേ, നമ്മൾ മുഴുവൻ ഇല്ലെന്ന് പറയുന്നു. ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ വേറെറുക്കുവാൻ വേണ്ടി ജാഗ്രതാ സമിതികൾ. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ അവർക്ക് പറ്റുള്ളൂ, അവർക്കിത് പോലീസിനെയോ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കും. ആ കണ്ടിന്യൂഷൻ ഇല്ല. ഒരു കുട്ടിയെ പിടിച്ചാൽ അവരെ സോൾവ് ചെയ്ത് കൗൺസിൽ ചെയ്ത് വിടുകയാണ്. ആ കുട്ടിക്ക് ഈ സാധനം എവിടെ നിന്ന് കിട്ടി? സ്കൂളിൽ പ്രവർത്തിക്കുന്നില്ല. ആ വേരുകൾ തേടി പോയാലേ പ്രതിയെ പിടിക്കാൻ ഒക്കും. അതിനുള്ള പ്രവർത്തനമില്ല. ഒരു കുട്ടിയെ പിടിച്ചാൽ ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും, അവൻ ഭാവി വലിയ കള്ളരായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതറിയാവുന്നത് കൊണ്ടാണ് പല കുട്ടികളും, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത പല കുട്ടികളും ഈ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് പോകുന്നത്. ഈ കുട്ടികൾക്കെതിരെയുള്ള ശിക്ഷ ഒന്ന് കടുപ്പിച്ചു നോക്കൂ, ഈ നാട് നന്നാവും. കുട്ടികൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ 90 വയസ്സുള്ള ഒരാളെക്കാളും അറിവുള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അവർക്കറിയാം, അച്ഛൻ തല്ലിയാൽ ഉടനെ പറയും അച്ഛാ നിയമമൊക്കെ അറിയാമല്ലോ എന്ന് പറയുന്ന പേരൻസ് വന്നിരുന്ന് പല വേദികളിലും പറയുന്ന നേരിട്ട് എനിക്കറിയാം. അത് ശരിയാണ്. പിള്ളേരൊക്കെ ഇപ്പൊ നിയമമൊക്കെ പണ്ട് നമ്മളോട് കുട്ടികളൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അവർ വലുതായപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിയമമൊക്കെ അറിയാം, ഞങ്ങളെയൊക്കെ നിങ്ങളുടെ രക്ഷിതാക്കളെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട് എന്നൊക്കെ നമ്മൾ വയസ്സായവർ അങ്ങോട്ടും കുട്ടികൾ ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും വളരെ നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജയകുമാർ, വലിയ തുക ഈ ബോധവൽക്കരണത്തിന് നമ്മൾ ചെലവാക്കുന്നുണ്ട്. നശാമുക്ത് ഭാരത് അഭിയാൻ നമ്മൾ നടത്തുന്നുണ്ട്. ജൂൺ 26 നമ്മൾ എല്ലാ വർഷവും ലഹരി മുക്ത ദിനമായി ആചരിക്കുന്നുണ്ട്. ബോധവൽക്കരണത്തിന്റെ ഒരു കുറവ് ഇനി ഉണ്ടോ ശ്രീ ജയകുമാർ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സാറിന്റെ അഭിപ്രായത്തിൽ ആരാണ് ഇവിടെ കടത്തിക്കൊണ്ടുവന്ന് വിൽക്കണമെന്നാണ് തോന്നുന്നത്? ഇതിന് പ്രത്യേകിച്ച് എളുപ്പം പണം കെട്ടാൻ കഴിയുന്ന ക്രിമിനലുകൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു, അവരിത് വിൽക്കുന്നു. അത് പലതരം ആളുകളുണ്ട്, പല ശ്രേണിയിൽപ്പെട്ടവരുണ്ട്. അവരിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ടായിരിക്കാം. അത് അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ഞാനതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ എല്ലാ വിഭാഗത്തിലെ നിന്നും ആളുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കായി ഇത് എളുപ്പം പണം ഉണ്ടാക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്നാണ് ഞാൻ എൻ്റെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. സാറേ, ഇനിയിപ്പോ എന്ത് ആക്രമണം വന്നാലും ശരി, എനിക്കറിയാന്നുള്ളത് ഞാൻ പറയും. ഇവിടെ ജഗതിയില് കണ്ണേറ്റുമൊക്കെ ഇവിടെയൊക്കെ SFIക്കാരെ നേതാക്കന്മാരാണ് ഇവിടെ പിടിച്ചത്. പിടിച്ച് അവർ സ്റ്റേഷനിൽ ചെല്ലും മുമ്പ് ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് അടുത്ത വരും AKG സെന്ററിൽ നിന്നുള്ള കുറിപ്പ് വരും, കുറെ ഡീറ്റെയിൽസുമായിട്ട് വരും. എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്കറിയാന്നുള്ള കാര്യം ഞാൻ പറയാണ്. ഇവിടെ ഈ പിടിച്ചതിൽ അത്രയും ഈ DYFIയുടെയും SFIയുടെയും നേതാക്കന്മാരും പാർട്ടി നേതാക്കളും അല്ലാതെ ഇവിടെ ആരെയാണ് പിടിച്ചാൽ ഒരു 2-3 സാർ ഇങ്ങനെ പറഞ്ഞു തന്നെ, ഞാൻ ഒരു 4-5 അങ്ങോട്ട് പറഞ്ഞുതരാം. ഞാൻ പറയുന്നത്, ഞാനിതിൽ SFIനെ ഒന്നും കുറ്റപ്പെടുത്തില്ല. ഞാൻ പഠിച്ച ക്യാമ്പസിൽ അന്ന് SFIയുടെ നേതാവ് വിജു കൃഷ്ണനായിരുന്നു. ആ വിജു കൃഷ്ണൻ ഇന്ന് അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതേ ഒരു സിഗരറ്റ് വലിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച കോളേജുകളിൽ ഉള്ള SFI നേതാക്കൾ ഇപ്പോഴും ഉണ്ട്. അവർ ഒക്കെ ഇപ്പോഴും എനിക്ക് അറിയാവുന്നവരാണ്. അവർ ഒരു സിഗരറ്റ് വലിക്കുന്നത് പല ആളുകളും പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ എല്ലാ പാർട്ടിയിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അപ്പോൾ സാർ പറഞ്ഞ കറക്റ്റാണ്. നേതാക്കന്മാര് ഈ CPMന്റെ എന്ത് തന്നെ മന്ത്രിമാരാണുള്ളത്. ഒരു പാർട്ടിയും അത്ര വെട്ടത്ത് വരാത്ത മന്ത്രിമാരാണ് CPMന് ഉണ്ടായിരുന്നത്. ഇന്ന് അതുപോലെയാണോ? സാർ പറയുന്ന സ്റ്റുഡൻസ് ആണോ ഇന്ന് എല്ലാ കോളേജിലും ഈ റാഗിങ് നടക്കണം, മയക്കുമരുന്ന് അടിക്കാത്തതുകൊണ്ടാണ് ഈ പിള്ളേരെ തല്ലിക്കൊല്ലുന്നതും ഓടിച്ചിട്ട് അടിക്കുന്നതും വെട്ടണതും ഒക്കെ. സകലமான പാർട്ടി റാഗിങ് അല്ലേ? ഇവിടെ ഈ തൊട്ടടുത്ത് നീറവൻകരയിൽ 2 കൊല നടത്തതും ഈ മയക്കുമരുന്നല്ലേ, ഈ പിടിച്ചാത്രയും മയക്കുമരുന്നല്ലേ. ഈ എല്ലാ ഷൂ സപ്ലൈസും ആവേലീസും ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇവരുടെ മദ്യശാല ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു സാധനവും ഇല്ല. എല്ലാത്തിനും എല്ലാ കമ്പനികൾക്കും അടച്ചുപൂട്ടി മദ്യശാല ആക്കാൻ കൊടുത്തിരിക്കുന്നു. സർക്കാർ വീട്ടിലെത്തിക്കാൻ പ്ലാൻ ചെയ്യണം.
പിന്നെ എങ്ങനെയാണ് ഇത്? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഭരിക്കുന്ന ഈ ഗവൺമെന്റ് തന്നെയാണ് ഉത്തരവാദി. വേറെ ആരെയാണ് പറയാനുള്ളത്? എനിക്കിട്ട് ഇനി എന്ത് ഡ്രൈവർ വന്നാലും ശരി, ഇവിടെ എനിക്കറിയാവുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ പറയുന്ന വ്യക്തിക്ക് ആ മണിക്ക് പേരെടുത്ത് കുറെ ലിസ്റ്റ് കൊടുക്കാം. വ്യക്തമാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ ജയകുമാർ തിരുവനന്തപുരത്ത് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, നമ്മുടെ ആലത്തൂരിൽ പക്ഷേ മയക്കുമരുന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, മറ്റുള്ള ഈ സ്ഥലങ്ങളിലുള്ളത്ര വ്യാപകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തു തോന്നുന്നു? അവിടെ എന്താണ് ഒരു ജനങ്ങളുടെ ഒരു കൂട്ടായ ഒരു പൊതു നിലപാട്, മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊക്കെ കൂടുതൽ ആളുകൾ ജീവിക്കുന്നതൊക്കെ കാണാം. എന്താണ് ശ്രീ മോഹൻദാസിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആലത്തൂര് വളരെ കുറവാണ്. അങ്ങനെ ഒരു കേസ് ഇവിടെ കാര്യമായിട്ട് പിടിച്ചതായിട്ട് എന്റെ അറിവിൽ അതിനെ കണ്ടിട്ടില്ല. സ്കൂളുകളൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ്. നല്ല മോണിറ്ററിങ് അവിടെ ഉണ്ട് എല്ലാ സ്കൂളുകളിലും. അപ്പൊ അതന്നെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ചെറുപ്പക്കാരൊന്നും കാര്യമായിട്ടും അതിൽ പെടുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത്, മുമ്പൊക്കെ നമ്മൾ ഈ കഞ്ചാവ്, ചരസ് ഇതിന്റെ സ്ഥാനം ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ്സായി MDMA, അതുപോലെ തന്നെ LSD, മെറ്റാഫോർമിൻ, ഇങ്ങനെ പേരും കൂടി നമുക്ക് പറയാൻ കിട്ടുന്നില്ല. ആ തരത്തിലേക്ക് കടന്നു വന്നത്. ഇതിന് പ്രധാന കാരണം ഒന്നാമത്തെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നല്ല ലാഭം കിട്ടും ഇതില്. പിന്നെ ഈ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആരും തിരിച്ചറിയില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അറിയില്ലല്ലോ. പിന്നെ മണം നോക്കിയിട്ട് മണത്തിട്ട് ബോധം കെടുന്നതുണ്ട്. പിന്നെ ഈ ബോധവൽക്കരണം എന്നൊക്കെ പറയുന്നത്, ബോധവൽക്കരണം നടത്തുന്നവർ ബോധം കെട്ട് വീഴുന്ന സ്ഥിതിയിലായിട്ടിരിക്കുന്നു. അത്രത്തോളം ഉപയോഗം കൂടി വന്നിരിക്കുക. പിന്നെ സർക്കാരിനെയും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനെയും കുറ്റം പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. കാരണം അവര് പ്രവർത്തിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കണ്ടേ? അവർ ഈ രഹസ്യമായിട്ട് ഈ കച്ചവടം മുഴുവൻ നടത്തുന്നത്. പരസ്യമായിട്ടൊന്നും ചിലർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അത്. രഹസ്യമായിട്ട് വിൽക്കാനും ഒളിപ്പിക്കാനും കൈമാറ്റം ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമാണ്. വിദേശങ്ങളിൽ നിന്ന് വരെ വരുന്നുണ്ട്. കൊച്ചിയിലേക്കും ബാംഗ്ലൂരിൽ നിന്ന് മാത്രമല്ല, വിദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സയ്യിദ് എന്നൊരു പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം വിളിക്കുന്നുണ്ട്. സയ്യിദ്, കുറച്ച് ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഈ അടുത്തിടെങ്ങാനും വിളിച്ചിരുന്നോ? സാറേ, വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. സയ്യിദ് എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എനിക്ക് ചെറിയൊരു ബിസിനസ്സാ സാറേ. ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ തുണി സംബന്ധമായിട്ടൊക്കെ ടെക്സ്റ്റൈൽ ബിസിനസ് ആണ് അല്ലേ? തിരക്കിലായപ്പോൾ പൊതുവേദി കുറച്ച് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ പൊതുവേദിയുടെ സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയാണെ വിളിക്കാൻ ബന്ധപ്പെടും, ശ്രമിക്കും, കിട്ടുകയാണെ സംസാരിക്കും. ശ്രീ സയ്യിദ്, ഈ പത്തനംതിട്ടയിൽ ഈ മയക്കുമരുന്ന് അത്ര വ്യാപകമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടായിരിക്കാം? സാറേ, ഇവിടെ നമ്മളെ ചുറ്റുപാ കാഴ്ചപ്പാടിലൊന്നും അത്ര വലിയ ഇതായിട്ട് ഇല്ല. പിന്നെ എല്ലാം അന്നും ഇന്നും വർഷങ്ങൾക്ക് മുമ്പേ നമ്മളിത് കേൾക്കുന്ന ലഹരിയുടെയും മദ്യത്തിന്റെയും ഉപഭോഗങ്ങളും അത് വിൽപ്പനയും ഒക്കെ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മീഡിയ അത് കൂടുതൽ കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ അത് പുറത്തു വരുന്നുണ്ട്, നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വ്യക്തമായിട്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ സ്വയം നമ്മൾ അതിൽ നിന്ന് പിന്മാറുക. നമുക്ക് വേണ്ട നമ്മളെ ഉപയോഗിക്കാതിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന പോലെ കേരളത്തിൽ മാത്രമാണോ, അതായത് വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഇത് വ്യാപകമായിട്ടുണ്ട്. ഇത് വർദ്ധിച്ചെന്നും പറഞ്ഞു ഉടുത്ത പഞ്ചാബ് എന്ന് പറഞ്ഞ് വലിയ സിനിമ പുറത്തു വന്നു, അതിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ എല്ലായിടത്തും ഉണ്ട്. ഏതായാലും വളരെ വ്യക്തമാണ് ശ്രീ സയ്യിദ്, വിളിച്ചതിന് നന്ദി. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അത് സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, ഞാൻ ചില ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഈ മദ്യം ത്തിന് വലിയ നിയന്ത്രണം വന്നതോടുകൂടിയാണ് മയക്കുമരുന്നിലേക്ക് ആളുകൾ കടന്നത്. കാരണം പോലീസ് ഈ സർക്കാരിന് പണമില്ലാതാകുമ്പോൾ ഈ ബീപ്പ് മെഷീനുമായി ഇറങ്ങുന്നു, നാട് നീളെ ആളുകളെ ഇത് ഊതിക്കുന്നു, പിടിക്കുന്നു, നടന്നു പോകുന്നവരെ അടക്കം പിടിക്കുന്നു. അങ്ങനെ ഈ മദ്യത്തിനെതിരെ ഉള്ള ഇത് ശക്തമാക്കിയപ്പോൾ ആളുകൾ പതുക്കെ മയക്കുമരുന്നിലേക്ക് തിരിഞ്ഞു എന്ന് വാദിക്കുന്നവരുണ്ട്. ആ വാദത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ വാദത്തിന് ഒരു കഴമ്പില്ല. ആദ്യ കാലഘട്ടങ്ങളിലാണെങ്കിൽ കമ്മീഷണർമാരും ഒക്കെ പോലീസുകാരോട് പറയും ഇന്നെ 185 ഇത്ര എണ്ണം പിടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഒരു പോലീസുകാരനും ഒരു 185 പിടിക്കാനും ഇല്ല, ഒരു കാര്യത്തിനും ചെയ്യാറില്ല. പിന്നെ പറഞ്ഞു, സാറ് നേരത്തെ പറഞ്ഞു ഒരു അഡ്രസ് ഒക്കെ വെച്ചിട്ട് പോലീസിനെ പിടിക്കുന്നു. സാർ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, ഒരു 50 പോലീസുകാരെ ആക്കുക, ഓരോ സ്റ്റേഷനിലും ഒരു 50 പോലീസുകാരെ വെച്ചിട്ട് പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറയാം. പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് പറയാനുള്ളത്, മലപ്പുറത്താണെന്ന് തോന്നുന്നു CBI അന്വേഷണത്തിൽ, ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല, ഒരു ഭാഗം ന്യായീകരിക്കുന്നില്ല, മറ്റൊരു ഭാഗമാണ് പറയണത്. അതായത് CBI അന്വേഷണത്തിലെ ഒരു കേസില് ഒരു പ്രതി അവിടെ മരിച്ചു, മറ്റൊരു പ്രതി ഉണ്ടായിരുന്നു, മലപ്പുറത്താണെന്ന് തോന്നുന്നു. ആ പ്രതിയെ വീണ്ടും പിടിച്ചു.
അന്ന് വിട്ടിരുന്ന ഒരു പ്രതിയെ പിടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട, എനിക്ക് കറക്റ്റ് ആണെന്ന് അറിയില്ല, മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല ആ വാർത്ത. അവിടെ എക്സൈസ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് പിടിച്ചൊരു പ്രതി ഇപ്പൊ വീണ്ടും പിടിച്ചിട്ടുണ്ട്. അന്ന് ആ പ്രതിയെ വിട്ടു. അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഭാഗം വളരെ ഗുരുതരമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. അതാണ് ഇപ്പൊ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് ആ പ്രതിയെ വീണ്ടും പിടിച്ചു. മറ്റൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. പോലീസിന്റെ തന്നെ ഒരു സ്കൂളിൽ ഒരു യുവജനോത്സവം എന്തോ ഒരു പരിപാടി ഉണ്ടാകുന്ന സമയത്ത് സ്കൂളുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് സ്കൂളിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഈ ഒരു 2-3 പിള്ളേര് ബൈക്കുമ്മ വളരെ സ്പീഡില് വരണു. ഇവരുടെ ആ പോക്കും ഇതും കണ്ടിട്ട് പോലീസിന് പന്തിയെല്ലാം തോന്നി. പോലീസ് ഇവരെ ഫോളോ ചെയ്തു. അവര് പോയിട്ട് ഒരു വണ്ടിയുടെ അടയാളപ്പെട്ടു. അപ്പൊ അത് പിന്നെ കേസ് മാറി തിരിച്ച് ഇതായി. പോലീസ് പറഞ്ഞു വന്ന് ഞങ്ങൾക്ക് സംശയത്തിന്റെ ഇതിനാണ് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞു. സംഗതി അവർക്ക് ലൈസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി പോയി വണ്ടിക്ക് ഇതിൽപ്പെടുക അത് ചെയ്തു. അപ്പൊ പോലീസ് എങ്ങനെയാണ് സാറേ ഒരാളെ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ഈ മാധ്യമങ്ങളും പൊതുസമൂഹവും പോലീസിനോട് പറയാ, നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലീസിനെ പ്രതിയെ കിട്ടും. ഒരാളെ വിളിച്ച് ചോദിക്കാൻ പാടില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കുക, എന്താ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നൂടെ? അത് സുരേന്ദ്രൻ സമയക്കുറവുകൊണ്ടാണ് എനിക്ക് അത് രണ്ടാണ്. ഒരാള് വെറുതെ ഒരിടത്തിരിക്കുന്നു, അയാളെ പോയി പരിശോധിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിനെ സംബന്ധിച്ച് സുരേന്ദ്ര അതും ഇതും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറലും വെറുതെ ആരെങ്കിലും ഒരാൾ മുടി വളർത്തി ഞാൻ പറയട്ടെ ഒരാൾ മുടി വളർത്തി എന്ന് പറഞ്ഞ് പോലീസ് കത്രിക എടുത്ത് നടന്ന കാലമൊക്കെ കഴിഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ പിടിച്ച കേസുകൾ ഇത് പറയാൻ സമ്മതിക്കുന്നേ, നിങ്ങൾ എന്നെ കൂടി പറയാൻ സമ്മതിക്കും. ഇത് ഒരു സ്ത്രീയും പുരുഷനും നടന്നാൽ ഉടനെ അത് അവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ആളുകൾ പരാതി കൊടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, 325 സ്ഥലങ്ങളിൽ ഈ അധ്യാപകർ പരാതി കൊടുത്തല്ലോ, അതിൽ അവിടെ പോലീസിന് അതിൻ്റെ തുടരന്വേഷണം നടത്താം. അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് നോക്കാം, അത് വരുന്ന വഴികൾ തടയാം. അങ്ങനെ ചെയ്തപ്പോഴൊക്കെ ഫലപ്രദമായി ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിടിക്കുന്ന ആളുകൾക്കെതിരെ നിയമം കർശനമായി നല്ല വകുപ്പുകൾ ഉപയോഗിച്ച് അവരെ ഇത് ചെയ്യാം. ഇത് നിരന്തരം ഉപയോഗിക്കുന്ന ആളുകളെ CBCIDമാർക്ക് അറിയാം, അങ്ങനെ ഉപയോഗിക്കാം. നാർക്കോട്ടിക് സെല്ലും നാർക്കോട്ടിക്സ് ബ്യൂറോയിൻ്റെയും പ്രവർത്തനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമാക്കാം. ഞാനൊരു തവണ ഒരു SP ഓഫീസിൽ ചെന്നപ്പം അവിടെ നാർക്കോട്ടിക് സെൽസിൽ പകർത്തി എഴുതാനുള്ള ജോലി കൊടുത്തിരിക്കുകയാണ്. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അവിടുത്തെ ക്ലറിക്കൽ ജോലി ഇവിടുത്തെ SIക്കും സംഘത്തിനും കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ അവരൊക്കെ ക്രിയാത്മകമായി ഉള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ വലിയ തോതിൽ ഇതിന് നടക്കുന്നില്ല എന്നല്ല പറയുന്നു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന് പുറത്ത് നഗരത്തിലും ഇതിന് ഫലപ്രദമായ വഴികൾ. അതിന് ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ബൈക്കിൽ പോയാൽ രാത്രി അവരെ തടഞ്ഞു നിർത്തി അങ്ങ് വിശദമായി ചോദ്യം ചെയ്ത് ആള് കളിക്കുന്ന പോലീസിന്റെ ആ ന്യായം ഇതുമായി ബന്ധപ്പെടുത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എനിക്ക് മറ്റൊരു കാര്യം പറയട്ടെ സാറേ, മറ്റൊരു കാര്യം പറയാമോ? സമയപരിധി അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുരേന്ദ്രൻ, ഇനി നമുക്ക് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്തിരുന്നു. മയക്കുമരുന്ന് തടയാൻ നമുക്ക് ആകുമോ എന്ന് 56% ആളുകൾ തടയാൻ ആകും എന്ന പ്രഖ്യാപനം എന്നാണ് അവരുടെ നിലപാട് എന്ന് വ്യക്തമാക്കുന്നത്. അതേസമയം 44% ആളുകൾ ഇത് തടയാൻ ആകില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നിയമ സംവിധാനങ്ങൾ കഴിയുന്നില്ല എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം വലിയ തോതിൽ ശക്തമായി മുന്നോട്ട് വരണം. അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടല്ല, അല്ലാതെ തന്നെ അത് കാര്യക്ഷമമായി ചെയ്യാൻ കഴിയും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനും അത് എങ്ങനെ അവർ കയ്യിലെത്തുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനുമൊക്കെയുള്ള ലഭ്യമായ മാർഗങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്നതല്ല ശരിയായ പ്രവണത എന്നതാണ് വാസ്തവം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.